ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പരിസ്ഥിതി സഹകരണം, കുടിയേറ്റം, മൊബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇന്ത്യയും ഫിൻലൻഡും കൈമാറി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബും ചർച്ച ചെയ്തു. ബഹുരാഷ്ട്രവേദികളിലെ സഹകരണം ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ലോകം ഇന്ന് അസ്ഥിരതയുടെയും അനിശ്ചിതത്വത്തിന്റെയും ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ന്യൂഡൽഹിയിൽ ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബുമായുള്ള സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള പരസ്പര സഹകരണത്തിലൂടെ ആഗോള സ്ഥിരത, വികസനം തുടങ്ങിയവ ശക്തിപ്പെടുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. ഇന്ന് വൈകിട്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൌണ്ട് സന്ദർശിക്കുന്ന അദ്ദേഹം കന്നി വോട്ടർമാരുമായും സംവദിക്കും. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർമാർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. മാർച്ച് 16-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം ഉണ്ടാവും. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള 6 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. അഭിഷേക് മനു സിംഗ്വി, വെം നരേന്ദർ റെഡ്ഡി എന്നിവരെയാണ് തെലങ്കാനയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ നിന്ന് ഫുലോദേവി നേതം, ഹരിയാനയിൽ നിന്ന് കരംബീർ സിംഗ് ബൌദ്ധ്, ഹിമാചൽ പ്രദേശിൽ നിന്ന് അനുരാഗ് ശർമ്മ, തമിഴ്നാട്ടിൽ നിന്ന് M. ക്രിസ്റ്റഫർ തിലക് എന്നിവരെ മത്സരിപ്പിക്കും. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ശ്രീലങ്കയുടെ തെക്ക് ആഴക്കടലിൽ മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ദീനയിൽ നിന്ന് 84 നാവികരുടെ മൃതദേഹങ്ങൾ ശ്രീലങ്കൻ നാവികസേന കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. 180ഓളം പേരടങ്ങുന്ന സംഘമുണ്ടായിരുന്ന യുദ്ധക്കപ്പൽ ഗാലയുടെ തെക്കൻ മേഖലയിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇന്നലെ മുങ്ങിത്താണത്. വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കത്തിന് US സെനറ്റ് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലും US-ഉം ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പുരോഗമിക്കുന്നു. 3 ദിവസത്തെ വിടവാങ്ങൽ ചടങ്ങ് ഇന്നലെ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. 11ാം ഘട്ട റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ആഗോള നേതാക്കൾ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബ് മുഖ്യ അതിഥിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി, US ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് SSLC+1 പരീക്ഷകൾക്ക് തുടക്കമായി. മലയാളം ആദ്യ പേപ്പർ പരീക്ഷയാണ് ഇന്ന് നടന്നത്. കേരളത്തിലെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ലക്ഷദ്വീപിൽ 386 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ പരീക്ഷ നേരത്തെ മാറ്റിവെച്ചിരുന്നു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെയാണ് തുടങ്ങുന്നത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മുൻ MLA PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് PK ശശിയെ ഒഴിവാക്കിയത്. പാലക്കാട് നടന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് നടപടി. യോഗത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ശശി നടത്തിയത്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാജ്യാന്തര, ആഭ്യന്തര ടെർമിനലുകളെ ബന്ധിപ്പിക്കുന്ന ഷട്ടിൽ EV ബസ് സർവീസ് തുടങ്ങി. ബസിൽ കയറുമ്പോൾ ബോർഡിംഗ് പാസ് കാണിക്കണം. 24 മണിക്കൂറും സർവീസ് ലഭ്യമാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.